മനുഷ്യന്റേതായ മനസ്സിനെ മടുപ്പിക്കുന്നതായ രീതിയിൽ, മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്നതായ രീതിയിലുള്ളതായ ലജ്ജാവഹമായതായ കാര്യങ്ങൾ മനുഷ്യന്റെ അടുത്തുനിന്ന്, മനുഷ്യന്റേതായ ഹൃദയങ്ങളിൽ നിന്ന്, മനുഷ്യന്റേതായ സമീപത്ത് നിന്ന്, മനുഷ്യന്റേതായ അടുക്കൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നതായ സമീപ കാര്യങ്ങൾ, വളരെ നിസ്സാരമായതായ കാര്യങ്ങൾ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് സമാപത്തിന് പഠിപ്പിച്ചു കൊടുത്തതായ ഉത്കൃഷ്ടമായ വരികൾ ചേർത്ത് വായിക്കുമ്പോൾ എത്രയോ സത്യമാണ്. ലോകത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതൊന്നും തന്നെ പാഴായിട്ടില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായ പരിശുദ്ധമായ നാമത്തുട്ടിൽ നിന്നും വന്നതായ മണിമുത്തുകൾക്ക് എത്രയോ മേന്മയാണ്, എത്രയോ പരിശുദ്ധമാണ്. അത് ലോകത്തിൻ്റെതായ സയന്റിസ്റ്റുകൾ, ലോകത്തിൻ്റെതായ ശാസ്ത്ര ഗണിത രീതിയിലുള്ളതായ ഫലം പ്രഖ്യാപിക്കുന്നതായ, ഫലം കാണുന്നതായ തത്വശാസ്ത്ര പണ്ഡിത മഹത്തുക്കൾ തെളിയിച്ചതാണ്. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നാമത്തുട്ടിൽ നിന്നും വന്നതായ വാക്കുകൾ എത്രയോ സത്യമാണ്. അതൊരിക്കലും പരാജയമല്ല, അതൊരിക്കലും പാഴാകിയിട്ടുമില്ല, പാഴാകുകയുമില്ല, ഒരിക്കലും അത് പാഴായിട്ടുമില്ല, ഇനിയുള്ള കാലഘട്ടത്ത് പാഴാകുകയുമില്ല. അത്രമേൽ പരിശുദ്ധമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടേതായ പ്രവചനങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെതായ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ, ഇറാനുമായി ബന്ധപ്പെട്ട്, ഇറാഖുമായി ബന്ധപ്പെട്ട്, ഫലസ്തീനുമായി ബന്ധപ്പെട്ട്, ഇസ്രായേലുമായി ബന്ധപ്പെട്ട്, ജൂത സമുദായവുമായി ബന്ധപ്പെട്ടുള്ളതായ വാക്കുകൾ എത്രയോ പരിശുദ്ധമാണ്, എത്രയോ മനോഹരമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെല്ലാം തിന്മകളിലൂടെ അതിന് സാക്ഷ്യം വഹിക്കാത്ത മനുഷ്യർ വന്നാലും അല്ലാഹുവിലോട്ട് ഓടി നടക്കുന്നവരാണ് അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവർ. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ അങ്ങനെ അല്ലാഹുവിലോട്ട് ഓടി നടക്കുന്നവരാണ്, അല്ലാഹുവിലോട്ട് അതിവേഗം പാഞ്ഞെടുക്കുന്നവരാണ്. അമലുകൾ ചെയ്തുകൊണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സ്വാലിഹീങ്ങളുടേതായ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയില്ലേ മരിക്കുമ്പോൾ നല്ലതുപോലെ ഖബറിൽ കിടക്കണ്ടേ? നമുക്ക് മരിക്കുമ്പോൾ നല്ലതുപോലെ അല്ലാഹുവിന്റെ മലായികത്തുകളുടെ നല്ല സമീപനങ്ങൾ, നല്ല ഇടപാടുകൾ, നല്ലതായ കാര്യങ്ങൾ നമുക്കുണ്ടാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? നല്ല അമലുകൾ ദുനിയാവിൽ ചെയ്യും. അതാണ് മഹത്തുക്കളായ വലിയകൾ, ഔലിയാക്കന്മാർ അങ്ങനെ, അല്ലാഹുവിന്റെ വലിയകൾ അങ്ങനെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ ചെയ്തവരാണ്. അതുകൊണ്ടാണ് മരണപ്പെട്ടതിന് ശേഷവും ആ മഹത്തുക്കളുടെ മേൽ ഫാത്തിഹ ഓതുന്നതും ആ മഹത്തുക്കളെ സ്മരിക്കുന്നതും. ജീവിതത്തിൽ നന്മകൾ ചെയ്യണം. ഒരാൾ ജീവിതത്തിൽ നന്മകൾ ചെയ്തില്ല, ജീവിതത്തിൽ സുഹൃത്തുക്കൾ ചെയ്തില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ല, അതിന് വലിയ കാര്യ ഗൗരവം കൊടുത്തില്ല എങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഒന്നും ഉണ്ടാവൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കും, അല്ലാഹുവിന്റെ അടിമകൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കും, ഒരു നേരത്തെ വയറ് നിങ്ങൾ നിറപ്പിക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാം പറയും. ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത മാറ്റിവെക്കും. ഞാൻ ചെറിയവനോട് എങ്ങനെയാണ് സലാം പറയുന്നത്, ഞാൻ കുട്ടികളോട് എങ്ങനെയാണ് സലാം പറയുന്നത്, അങ്ങനെയുള്ള മനോധൈര്യം, ധാരണ മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, കഴിയുന്നത്ര രീതിയിൽ പരസ്പരം സലാം കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയുടെ വാചകമാണ്, ഹബീബായ പ്രവാചകൻ പറഞ്ഞതാണ്. അവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ ഭക്ഷിക്കും. അത് മുഅ്മിനാകട്ടെ, അത് മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവരായ മനുഷ്യനാണോ, മനുഷ്യന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കും. ലോകത്തെ പോലും നാണിപ്പിക്കുന്നതായ രീതിയിൽ, ലോക രാഷ്ട്രസഭകളെ പോലും പന വിളിക്കുന്നതായ രീതിയിലുള്ളതായ പ്രത്യേകമായ വൈഭവങ്ങൾ നിറഞ്ഞതായ കാര്യങ്ങളിലൂടെയാണ് ഈ വർഷങ്ങൾ കടന്നു പോകുന്നത്. ഇന്നലത്തെ നിങ്ങൾ കണ്ടില്ലേ, ദിവസങ്ങളോളം സ്പെയിനിൽ നിന്നും ബാഴ്സലോണയിൽ നിന്നും ഭക്ഷണവുമായി അതിർത്തിയിലൂടെ കടന്നു വന്നതായ ഗ്ലോബൽ സമൂത് എന്നുള്ളതായ പേരുള്ളതായ ആ ഒരു കപ്പലിനെ തടഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ നേതാവ്
ദുആന്റെ സമയം പറയുന്നത് അത് അഫ്ളലല്ല, ഇത് അഫ്ളലിയത്തിന്റെ സമയമല്ല. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെയ്തു കൂട്ടുന്നതായ നിറകേടുകൾ, പാപങ്ങളുടേതായ ഭക്ഷണങ്ങൾ തടഞ്ഞു വെക്കുക പോലെയുള്ളതായ എത്ര മ്ലേച്ഛമായ ഹീനമായ പ്രവർത്തനങ്ങൾക്കാണെന്ന് ലോകം സാക്ഷിയാകുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കണം. നമ്മൾ KFC കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഇസ്രായേലിന്റേതായ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പാപങ്ങളുടേതായ ഭക്ഷണങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഗസയിലെ കൊച്ചുമക്കൾക്ക് വേണ്ടി ദിവസങ്ങളോളം സഞ്ചരിച്ചു വന്നതായ അതുപോലത്തതായ നന്മകളെ തടഞ്ഞു വെച്ചതായ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു രൂപയായാലും അവരുടെ പോക്കറ്റിൽ പോവാൻ അല്ലാഹു കാക്കുമാറാകട്ടെ. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വയ്ക്കുക എന്നർത്ഥം. തടഞ്ഞു വയ്ക്കുക എന്നർത്ഥം. ഒരു കൂട്ടം ചെറുകപ്പലുകളുടെ ഒരു ശേഖരവുമായി പാവപ്പെട്ടവന്റേതായ വയറ് നിറപ്പിക്കുവാൻ വേണ്ടി പല രാഷ്ട്രങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടി വന്നതായ ആ ഭക്ഷണ സങ്കേതത്തെ തടഞ്ഞു വെച്ചതായ ഇസ്രായേലി ജൂത സമുദായം അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, വസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ് മിൻ വറാഇഹി ജഹന്നം വഇസ്ഖാ മിൻ മാഇൻ സദീദ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വന്നത് ഇതെല്ലാം തടയുവാനും ഇതെല്ലാം അള്ളാഹിനോട് ദുആ ചെയ്യുവാനും. പടച്ചവനെ, നിന്നെ എതിർക്കുന്നതായ ആരെയും നീ വെറുതെ വിടല്ലേ അല്ലാഹ്. എന്താണ് ഇതിൽ? പിന്നെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ചരിത്രത്തിന്റെ ആ നൽവഴികൾ ഒഴിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റു പ്രവാചകന്മാരുടെ കിസ്സകൾ, ചരിത്രങ്ങളൊക്കെ. അവസാനം അള്ളാഹു പോലും പറയുമ്പോ അള്ളാഹു ആരെ തിരിഞ്ഞു നോക്കൂല. പ്രവാചകന്മാര് പോലും പറഞ്ഞപ്പോൾ സർവ അധികാരികൾക്കും നാശമാണ്, സർവ അധികാരികൾക്കും നാശമാണ്. അവരുടെ പിന്നിലൂടെ ഒഴുകുന്നതായ മ്ലേച്ഛമായ ചീഞ്ചലങ്ങൾ നിറഞ്ഞതായ ആ വെള്ളമുണ്ടല്ലോ, അത് എത്രയോ മോശമാണ്. എന്ന് പറയുന്നതായ ആയത്തിലൂടെ അള്ളാഹു പറയാൻ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും അത് തൊണ്ടക്കുഴിയിലോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിച്ചിടുക തന്നെ ചെയ്യും. പ്രവാചകന്മാര് പോലും ചില സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമുണ്ടായില്ല. കാരണം ധിക്കാരികൾക്ക് അത്രയും മോശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ലേ അല്ല. അക്രമിക്കേണ്ട കാര്യങ്ങൾ, അതൊരു അയൽവാസിയാകട്ടെ നമ്മുടെ കുടുംബക്കാരാകട്ടെ, അവർക്ക് വേണ്ടി ഒരാൾ ഭക്ഷണം വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുമ്പോ അത് തടഞ്ഞു വെക്കുക. കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ മുതലുമായി ഇങ്ങനെ കടന്നു വരാൻ അയൽവാസിക്ക് വേണ്ടി കൊടുക്കാൻ പോകുമ്പോ കൊടുക്കാൻ പാടില്ല, തടഞ്ഞു വയ്ക്കുക, ബ്ലോക്ക് ചെയ്യുക. ഇത് എത്രയോ മ്ലേച്ഛമായ ഹീനമായ മോശമായ പ്രവൃത്തിയാണ്. ഇവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ അതീവ കഠോരമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഫലസ്തീനിന്റേതായ മക്കൾക്ക് വേണ്ടിയുള്ളതായ ശബ്ദങ്ങൾ ലോകത്ത് നാനാഭാഗങ്ങൾ ഉയരുകയാണ്. ലോകത്ത് നാനാഭാഗങ്ങൾ ഉയരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ പരിശ്രമം നടത്തുക. കാരണം എന്താണ്? നമ്മളെന്ന് പറയുന്നത് ബദരീകളായ സ്വഹാബത്തിന്റെ അനുയായികളാണ്, അങ്ങനെ പറയുന്നവരാണ്. അപ്പോ ഇന്ന് ലോകത്ത് വിശപ്പുകൾ, ഇന്ന് ലോകത്ത് വ്യസനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ആയുധം ദുആയാണ്. മസ്ജിദുൽ ഖരീഷിൽ കിടന്നുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലേ? ബദറിന്റെ ദിവസം ദുആ, പ്രാർത്ഥന, അത് മുസൽമാന്റെ നാവിൻ തുമ്പിൽ നിന്നും വരുമ്പോ അതൊരു ബലവ, അതൊരു ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ സ്കൂളുകളിലോട്ട് പോകുമ്പോ നമ്മുടെ മക്കളുടെ കൈകാലുകളിൽ എന്തെങ്കിലും ചെറിയ ഒരു അണുയുടെ ഒരു എന്തെങ്കിലും മുറിവ് പറ്റിയ നമ്മൾ സഹിക്കൂല. നമ്മുടെ മക്കളാണ്. അതുപോലത്തതായ മക്കൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവർക്ക് വേണ്ടി ഒരു ശബ്ദമെങ്കിലും ഉയർത്തുവാനും പള്ളി മെഹ്റാബുകളിൽ നിന്നുകൊണ്ട് മെമ്പറുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുവാനുമുള്ള ഈമാൻ ശക്തി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിചാരിക്കും അത് ഗസയിലല്ലേ, അത് ഫലസ്തീനിലല്ലേ, അവരോട് കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കും. അങ്ങനല്ല, അത് നമ്മുടെ സഹോദരങ്ങളാ, മുഅ്മിനീങ്ങളാ, മസ്ജിദുൽ അഖ്സയുടെ മക്കളാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കലൊക്കെ നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്.